സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ മറുതീരം തേടി. ഡോക്ടർ ശാന്തകുമാറും സിയയും നയോമിയുടെ പ്രതികരണം അറിയാൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. ഫാനിൻ്റെ കാറ്റിൽ ജാലകവിരി ഇളകുന്നത് നോക്കി നയോമി അല്പനേരം മൗനമായിരുന്നു. പിന്നെ സിയെ സനൽകുമാറിനെയും ഡോക്ടറെയും നോക്കി. ആലോചിച്ച് സമയമെടുത്ത് പറഞ്ഞാൽ മതി, പറയുന്നത് കൃത്യമായിരിക്കണം, സിയെ പറഞ്ഞു. നയോമി തലയാട്ടി. ട്രെയിനിലാ വന്നത്, നയോമി മെല്ലെ പറഞ്ഞു. അത് ഞങ്ങൾ ഏറെക്കുറെ ഊഹിച്ചെടുത്തിട്ടുണ്ട്. ആരുടെ കൂടെ വന്നു? എവിടുന്ന് വന്നു? ഒരുപാട് ദൂരേന്നാ. ഞാൻ ഉറക്കമായിരുന്നു ബർത്തിൽ. ട്രെയിനിൽ കയറിയത് എവിടുന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ. അതെന്തു മറുപടിയാ? റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ലാതെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രെയിനിൽ കയറാൻ പറ്റില്ലെന്ന് ആർക്കറിയാതെ? എനിക്കറിഞ്ഞുകൂടാ, നയോമി മന്ത്രിച്ചു. ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രെയിനിൽ കയറാൻ പറ്റില്ലെന്നോ? അതല്ല, റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന്. ശരി, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ കണ്ണിൽ പെടില്ലേ? അത് പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്, അതിൻ്റെ ഒരു രൂപം, റെയിൽവേ സ്റ്റേഷനിലെ ചില കടകളുടെ പേര്, മേൽപ്പാലങ്ങളുടെ സ്ഥാനം. എന്തെങ്കിലും ഒന്ന് ഓർമ്മയിൽ പതിയാതിരിക്കുമോ? പറഞ്ഞതൊന്നും ഞാൻ കണ്ടില്ല. അതെങ്ങനെയാ ശരിയാവുന്നേ? സനൽകുമാറിന് നീരസമായി. കണ്ണു കെട്ടിയാണോ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നത്? ഞാൻ ഓടിക്കൊണ്ടിരിക്കുക ഒരു കുറ്റിക്കാട്ടിക്കൂടെ. റോഡ് മുറിച്ച് കടന്നപ്പോൾ ഒരു കാർ പാഞ്ഞു വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ പിന്നെ ഓടി. അതിൻ്റെ ഡ്രൈവർ പുറത്തിറങ്ങി എന്നെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു അഴുക്കചാലിൻ്റെ മീതെ കൂടി ഓടി. അതിനു മീതെ കോൺക്രീറ്റ് സ്ലാബുകളായിരുന്നു. പിന്നെ ഒരു ഇടവഴി. നേരം വെളുത്തിട്ടില്ല. പാൽക്കാരുടെയും പത്രക്കാരുടെയും സൈക്കിളുകൾ റോഡിൽ ഓടുന്നുണ്ട്. കിതച്ചുകൊണ്ട് നയോമി ഒരിടം നിർത്തി. ക്യാരി ഓൺ, പറഞ്ഞോളൂ, സനൽകുമാർ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ കാണുന്നത് ഒരു സർവീസ് റോഡാ. അതിനപ്പുറത്ത് പുല്ല് മൂടിയ പാളങ്ങൾ. കുറേ പാളം മുറിച്ചു കടന്നു. കുറേ ട്രെയിനുകൾ വെറുതെ കിടക്കുന്നു അവിടെ. ഞാൻ ഓടിച്ചെന്ന് അതിലൊരെണ്ണത്തിൽ കയറി. നയോമി സാവധാനം ആ കാഴ്ചകളൊക്കെ വീണ്ടും മനസ്സിൽ കാണുന്ന മാതിരി വിവരിച്ചു. ഓക്കെ, അതെങ്ങോട്ടുള്ള ട്രെയിനായിരുന്നു? അറിഞ്ഞുകൂടാ. ശരി, പിന്നെ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിലെ ബർത്തിൽ കയറി കിടന്നു. ഏത് ബർത്തിൽ? അപ്പർ ബർത്തിലായിരുന്നു. എന്നിട്ട് പിന്നെ പതിയെ പതിയെ നേരം വെളുത്തു. ഞാൻ അവിടെ തന്നെ കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആളുകൾ ട്രെയിനിലോട്ട് വന്നു തുടങ്ങി. പിന്നെ ട്രെയിൻ പുറപ്പെട്ടു. എങ്ങോട്ട് പുറപ്പെട്ടു? അറിഞ്ഞുകൂടാ. അപ്പോൾ ടിക്കറ്റ് എടുത്തില്ലേ? ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇതാകെ കുഴഞ്ഞു മറിഞ്ഞല്ലോ. ട്രെയിൻ ഏതാണെന്നറിയില്ല, ടിക്കറ്റ് എടുത്തില്ല, സ്ഥലം ഏതെന്നറിയില്ല, ട്രെയിൻ എങ്ങോട്ടുള്ളതാണെന്നും അറിയില്ല. ഞാൻ രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു. അതിനിടയ്ക്ക് വേറൊന്നും നോക്കിയില്ല. അപ്പോഴത്തെ പരിഭ്രാന്തിക്കിടയിൽ അങ്ങനെ സംഭവിക്കാം, ഡോക്ടർ ശാന്തകുമാർ സിയയോട് പറഞ്ഞു. ശരി, എവിടുന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് ഓടി വന്നു? ആരുടെ പിടിയിൽ നിന്ന്? അതറിഞ്ഞുകൂടാ. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകണമല്ലോ. ഞാൻ ഉറക്കം ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ എല്ലായിടത്തും ഇരുട്ടാ. നിലത്ത് കിടക്കുവാ ഞാൻ. ഒരു ചെറിയ കാലൊച്ച കേട്ടു. പിന്നെ ചങ്ങല കിലുങ്ങുന്ന പോലെ ഒരു കുഞ്ഞു ശബ്ദം. ഇരുട്ടത്ത് ആരോ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ചെറിയ ടോർച്ച് എൻ്റെ മുഖത്തിന് നേർക്ക് മിന്നിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശബ്ദിക്കരുതെന്ന് എൻ്റെ ചെവിയിൽ പിറുപിറുത്തു. അതൊരു സ്ത്രീയായിരുന്നു. ഞാൻ പുറത്തിറക്കി വിടാം, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ സ്ത്രീ ഇരുട്ടത്തോടെ നടന്നു. മുഖത്ത് കാറ്റടിച്ചപ്പോൾ മനസ്സിലായി ഒരു വലിയ കെട്ടിടത്തിൻ്റെ ബാക്ക് യാർഡിലെത്തിയെന്ന്. ദൂരെ സ്ട്രീറ്റ് ലൈറ്റ് കാണാം. കമ്പി വേലിക്കിടയിൽ കൂടി ആ സ്ത്രീ എന്നെ കടത്തിവിട്ടു. ഓടിക്കോ എന്ന് പറഞ്ഞു. അവിടെ ഒരു മൺറോഡുണ്ടായിരുന്നു. അതിലേ ഞാൻ ഓടി. നയോമി നിർത്തി ശ്വാസമെടുത്തു. പറഞ്ഞതിലൊന്നും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ ഏത് കെട്ടിടത്തിലായിരുന്നു? ആരാ നിങ്ങളെ അവിടെ കൊണ്ടിട്ടത്? നിങ്ങളെ രക്ഷപ്പെടുത്തിയ ആ സ്ത്രീ ആരാണ്? ആ കെട്ടിടത്തിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? സനൽകുമാർ ചോദിച്ചു. അറിയില്ല, അതൊന്നും എനിക്കറിയില്ല. എന്താണ് നയോമിയെ അവിടെ കൊണ്ടുപോയത്? നിങ്ങളെ കൊണ്ടുപോയി അവിടെ അടച്ചിട്ടവർ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇരുട്ടാ, അത് മാത്രം ഓർമ്മയുണ്ട്. അതിനു മുമ്പത്തെ ഒരു കാര്യവും ഓർമ്മയിലില്ലേ? അതിനു മുമ്പ് എന്താ? സിഐ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ഡോക്ടറെ നോക്കി. രക്ഷയില്ലല്ലോ ഡോക്ടറെ, ഇങ്ങനെ ഒരു ഓർമ്മക്കേട് വരുമോ?
ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ മുതലുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അതിനു മുമ്പത്തെ എല്ലാ സംഭവങ്ങളും മറന്നുപോയി. അങ്ങനെ സംഭവിക്കാം, ഡോക്ടർ ശാന്തകുമാർ പറഞ്ഞു. മനുഷ്യന്റെ ബ്രെയിൻ അല്ലേ, അതൊരു 100,000 നാഡീ ഞരമ്പുകൾ അടങ്ങിയ കേബിൾ ശൃംഖലയാണ്. അതൊരു പവർ ഹൗസാണ്. അവിടെ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാവാം, ജനറേറ്റർ റിപ്പയർ ആവാം, ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോകാം, എന്തും സംഭവിക്കാം. അതിനൊക്കെ യുക്തിസഹമായ കാരണം വേണ്ടേ? കാരണമുണ്ടല്ലോ. ഒരു യുവതിയെ ആരോ കാറിൽ കടത്തിക്കൊണ്ടു പോകുന്നു. അവിടെ മുതൽ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം. സിയയുടെ തല പുകയാൻ തുടങ്ങി. അയാൾ നയോമിയെ നോക്കി. ഒരു കാര്യം പറയാമോ, ആ ട്രെയിൻ വടക്കോട്ടുള്ളതായിരുന്നോ തെക്കോട്ടുള്ളതായിരുന്നോ? തെക്കോട്ടായിരിക്കും. രാത്രി ആയതുകൊണ്ട് ദിക്കൊന്നും അറിയില്ലായിരുന്നു, നയോമി പറഞ്ഞു. നേരം വെളുത്തപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ദിക്കെവിടെയാണെന്ന്? ഒക്കെ പോട്ടെ, ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷനുകളിൽ കൂടിയാ കടന്നു പോകുന്നതെന്ന് ഓർമ്മയുണ്ടോ? കാസർഗോഡ് കണ്ട പോലെ തോന്നുന്നു. കാസർഗോഡോ? എങ്ങനെ കണ്ടു? ബർത്തിൽ കിടന്ന് ഉറക്കമല്ലായിരുന്നോ? ടിക്കറ്റ് എക്സാമിനർ വന്നപ്പോൾ ഞാൻ ബർത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ട് പോയി? വലിയ തിരക്കില്ലാത്ത ഒരു ബോഗിയുടെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചിരുന്നു. അത് ശരി, കള്ളത്തരങ്ങളൊന്നും മറന്നുപോയില്ല. അവിടെ എത്ര നേരം ഇരുന്നു? ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് വരെ. എന്നിട്ട് ആരും ടോയ്ലറ്റിൻ്റെ വാതിലിൽ മുട്ടിയില്ലേ? ബഹളം ഉണ്ടാക്കിയില്ലേ? സ്ഥിരമായിട്ട് ഞാൻ ഒരേ ടോയ്ലറ്റിൽ തന്നെയല്ല ഇരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് മാറിക്കൊണ്ടിരുന്നു. പഠിച്ച കള്ളിയാണല്ലോ നീ. ഇതൊക്കെ എവിടുന്ന് പരിശീലിച്ചു? വേറെ നിവർത്തിയില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലായിരുന്നല്ലോ. ടോയ്ലറ്റിൽ ഇരുന്നപ്പോഴാണോ കാസർഗോഡ് കണ്ടത്? അതെ, CI ഉടൻ സ്റ്റേഷനിലോട്ട് വിളിച്ചു. കാസർഗോഡ് വഴി തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകളുടെ പേര് വിവരങ്ങളും സമയവും തിരക്കി അറിയിക്കാൻ ഏർപ്പാടാക്കി. ശരി, നിനക്ക് തിരുവനന്തപുരത്ത് ആരാ ഉള്ളത്? ആരുമില്ല. നീ പിന്നെ എന്താ തിരുവനന്തപുരത്ത് ഇറങ്ങിയത്? ഇറങ്ങണമെന്ന് തോന്നി. ട്രെയിൻ ഇവിടം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ കന്യാകുമാരിക്കുള്ളതായിരുന്നോ? അറിഞ്ഞുകൂടാ. നീ ട്രെയിനിൽ കയറി ഇരുന്ന ശേഷം എപ്പോഴാ ട്രെയിൻ പുറപ്പെട്ടത്? രാവിലെ തന്നെ പോന്നു. ട്രെയിനിൽ കയറിയ ആളുകൾ എന്ത് ലാംഗ്വേജാ സംസാരിച്ചുകൊണ്ടിരുന്നത്? തെലുങ്കാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാകാത്ത ഭാഷയാ. മലയാളമല്ലല്ലോ? അല്ല. നിന്നെ തട്ടിക്കൊണ്ടുപോയവർ എന്ത് ഭാഷയെ ഉപയോഗിച്ചിരുന്നേ? അറിഞ്ഞുകൂടാ. കഷ്ടം. നീ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സമയം എത്രയായി? അറിയില്ല. രാത്രിയായിരുന്നോ പകലായിരുന്നോ? അതോ രാത്രിയും പകലും തിരിച്ചറിയില്ലാന്നുണ്ടോ? രാത്രിയായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണോ അതോ കുറേ കഴിഞ്ഞാണോ ഇവിടെയുള്ള അക്രമികൾ നിന്നെ ഓടിച്ചു പിടിക്കാൻ ശ്രമിച്ചത്? എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയോ? ആ, പോന്നു. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI സനൽകുമാറിന് കോൾ വന്നു. കാസർഗോഡ് വഴി വരുന്ന ട്രെയിനുകളുടെ സമയക്രമം അറിയിക്കാൻ വേണ്ടിയുള്ള കോളായിരുന്നു അത്. എല്ലാ ട്രെയിനും നോക്കണ്ട, CI നിർദ്ദേശിച്ചു. രാത്രി 11:11 തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ വിവരം തന്നാൽ മതി. അത് പുറപ്പെടുന്നത് രാവിലെയാണ്. രാത്രി 11 തിരുവനന്തപുരത്ത് എത്തിച്ചേരണമെങ്കിൽ രാവിലെ ഏത് നേരത്ത് എവിടെ നിന്ന് പുറപ്പെടണം എന്ന് കണക്കുകൂട്ടി ഉടൻ അറിയിക്കണം. CI കോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും നയോമിയിലേക്ക് കണ്ണു നട്ടു. ഈ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ അല്ലേ? എല്ലാം സത്യമാണോന്ന് അറിയില്ല. എന്താ? എനിക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങളിൽ നിനക്ക് സംശയമോ? ആദ്യം പറഞ്ഞതെല്ലാം ട്രെയിനിലെ ബർത്തിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമാണോന്ന സംശയം. ഇരട്ടത്ത് കിടന്ന എന്നെ ഒരു സ്ത്രീ വന്ന് രക്ഷപ്പെടുത്തിയതും ഓടിയതും ഒക്കെ. CI സനൽകുമാർ ഒരു വിഡ്ഢിയുടെ നിസ്സഹായതയോടെ ഡോക്ടറെ നോക്കി. ഇവളെ എന്താ പറയണ്ടേ? എൻ്റെ എല്ലാ ചരടും പൊട്ടി. തിടുക്കം കൂട്ടണ്ട. നയോമി പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് വന്നിട്ടില്ല. ചിലതൊക്കെ ഹാലൂസിനേഷൻസ് ആവാം. ഇനിയും സമചിത്തത തിരിച്ചു കിട്ടിയിട്ടില്ലാത്ത ഒരു പേഷ്യൻറ്റിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം. മേലുദ്യോഗസ്ഥന്മാർ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മളൊരു മറുപടി പറയണ്ടേ? എല്ലാം ശരിയാകും. ഇപ്പോൾ ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ മാറ്റമാണ്. പതിയെ പതിയെ പിക്കപ്പ് ചെയ്തു വന്നോളും. ഡോക്ടർ ശാന്തകുമാർ പ്രതീക്ഷ പങ്കുവച്ചു. പിന്നെ ചോദ്യം ചെയ്യലിനൊന്നും നിൽക്കാതെ പോലീസ് തിരികെ പോയി. സൗദാമിനി അമ്മയും മിന്നുമോളും ജഗജിത്തും കൃഷ്ണമ്മയും തിരികെ നയോമിയുടെ അടുത്തെത്തി. പോലീസ് എന്തൊക്കെ ചോദിച്ചുവെന്ന് കൃഷ്ണമ്മ തിരക്കി. നയോമി അതേപ്പറ്റി എന്തെങ്കിലും പറയാൻ വിമുഖത കാട്ടി. ഞാൻ നിന്റെ മുത്തശ്ശിയാ. ഞാനാ നിന്നെ വളർത്തിയത്. എന്നോട് നിനക്ക് എന്തും പറയാം. ഒരു കുറച്ചിലും വിചാരിക്കണ്ട. എനിക്കൊന്നും പറയാനില്ല, നയോമി പറഞ്ഞു. നിന്റെ അമ്മ നിനക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാ. പിന്നെ ഞാനാ നിന്നെ വളർത്തിയത്.
ഇവരൊക്കെ ഇന്നലെ ഉണ്ടായ ബന്ധുക്കാരാ. ഇവരെ എന്നെ നീ ഒരുപോലെ കാണരുത്. കൃഷ്ണമ്മ നയോമിയെ ഓർമ്മിപ്പിച്ചു. എന്നിട്ടും നയോമി സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. വൈകുന്നേരമായപ്പോൾ കൃഷ്ണമ്മ സൗദാമിനി അമ്മയോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്നില്ലേ? ജഗൻ പോകും. ഞാനും മിന്നുമോളും ഇന്നിവിടെ നിൽക്കാം. കൃഷ്ണമ്മ ചേച്ചി വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയി വന്നോളൂ. എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോകാനോ? ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ട. ഇവളുടെ കൂടെ ഞാനാ നിൽക്കുന്നേ. കൂടുതൽ പേർ നിൽക്കാൻ ആശുപത്രിക്കാർ സമ്മതിക്കില്ല. ആശുപത്രിക്കാരുടെ സമ്മതമൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. സൗദാമിനിയമ്മ ഡോക്ടർ ശാന്തകുമാറിനോട് അനുവാദം ചോദിച്ചു. നിങ്ങളോടല്ലേ അവൾ കൂടുതൽ സംസാരിച്ചത്? നിങ്ങളെ കാണുമ്പോഴായിരിക്കും അവൾക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നത്. പേഷ്യൻറ്റിൻ്റെ കൂടെ നിന്നോളൂ, കുഴപ്പമില്ല, ശാന്തകുമാർ പറഞ്ഞു. സൗദാമിനിയമ്മ ജഗജിത്തിനെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. കൃഷ്ണമ്മയ്ക്ക് സൗദാമിനിയമ്മയുടെ സാന്നിധ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിവർത്തികേട് കാരണം സഹിച്ചു. മിന്നുമോൾക്ക് നയോമിയുടെ പുതിയ പ്രകൃതം ഇഷ്ടമായി. അതിനാൽ അവൾ എപ്പോഴും നയോമിയുടെ കിടക്കയിൽ ചുറ്റിപ്പറ്റി നിന്നു. രാത്രി സൗദാമിനിയമ്മയും കൃഷ്ണമ്മയും ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ നയോമി മിന്നുമോളെ അരികെ പിടിച്ചിരുത്തി. അവളുടെ മുടി തഴുകിക്കൊണ്ട് വാത്സല്യത്തോടെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു. മിന്നുമോൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണോ അമ്മയെയാണോ? വീട്ടിൽ ആർക്കൊക്കെയാണ് മിന്നുമോളോട് ഇഷ്ടക്കൂടുതൽ? മിന്നുമോളെ കൂട്ടിക്കൊണ്ടുവന്ന മുത്തശ്ശിയാണോ മിന്നുമോളെ കുളിപ്പിക്കാറുള്ളത്? ആരുടെ കൂടെ കിടന്നുറങ്ങാനാണ് മിന്നുമോൾക്ക് ഏറ്റവും ഇഷ്ടം? ആരാണ് മിന്നുമോളുടെ മുടി ചീകുന്നതും കണ്ണെഴുതിക്കുന്നതും പൊട്ട് തൊടുവിക്കുന്നതും ഉടുപ്പണിയിക്കുന്നതും? പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമായ ചോദ്യങ്ങളായിരുന്നു അവയെല്ലാം. മിന്നുമോൾ എല്ലാറ്റിനും മറുപടിയും പറഞ്ഞു. പിറ്റേന്ന് സൗദാമിനിയമ്മയും മിന്നുമോളും എറണാകുളത്തേക്ക് തിരിച്ചുപോയി. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI സനൽകുമാർ വീണ്ടും നയോമിയെ കാണാനെത്തി. നയോമി പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് അവൾ കയറിപ്പോന്നിരിക്കാൻ സാധ്യതയുള്ള ട്രെയിൻ ഏതാണെന്ന് അയാൾക്കൊരു ഊഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. മംഗലാപുരത്ത് നിന്ന് രാവിലെ 7 മണിക്ക് പുറപ്പെടുന്ന മംഗലാപുരം നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വഴിയാണ് നാഗർകോവിലേക്കുള്ള യാത്ര. നയോമി ആ ട്രെയിനിൽ കയറിയ ദിവസം ട്രെയിൻ 2 മണിക്കൂറോളം ലേറ്റായിട്ടാണ് തിരുവനന്തപുരത്തെത്തിയത്. രാത്രി 9-ന് വരേണ്ട ട്രെയിനായിരുന്നു അത്. എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയിട്ടും ട്രെയിൻ അത് തന്നെ. അന്നേ ദിവസം ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന TTEമാരെയും മറ്റ് റെയിൽവേ ജീവനക്കാരെയും പോലീസ് ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. നയോമിയുടെ ഫോട്ടോ അവരെയെല്ലാം കാണിച്ചു. ട്രെയിനിൽ വെച്ച് അങ്ങനെയൊരു സ്ത്രീയെ കണ്ടതായി ആരും ഓർമ്മിക്കുന്നില്ല. ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്തിൻ്റെ 3/4 പങ്കും നയോമി ടോയ്ലറ്റിൽ ഒളിച്ചിരുന്നതിനാൽ മറ്റുള്ളവർ കാണാനുള്ള സാഹചര്യം കുറവായിരുന്നു. അഥവാ കണ്ടെങ്കിൽ തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കുന്നുമില്ല. CI സനൽകുമാർ നയോമിയെ കണ്ടു പറഞ്ഞു, മംഗലാപുരത്ത് നിന്നാണ് നീ രക്ഷപ്പെട്ടു പോന്നത്, ഏറനാട് എക്സ്പ്രസ്സിൽ. ആ, എനിക്കറിയില്ല. മംഗലാപുരം എന്ന സ്ഥലത്ത് ആരെങ്കിലുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നതായി ഓർക്കുന്നുണ്ടോ? മംഗലാപുരം എനിക്കൊരു പരിചയവുമില്ലാത്ത സ്ഥലം പോലെ തോന്നുന്നു. എത്ര തവണ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും നയോമിയിൽ നിന്ന് ആശാവഹമായ മറുപടിയൊന്നും പോലീസിന് കിട്ടിയില്ല. ഉദയഭാനു പകൽ മുഴുവൻ കാക്കനാടും പരിസര പ്രദേശങ്ങളിലും വാടക വീട് അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയാണ്. ചെറിയ വാടകയും വലിയ സൗകര്യങ്ങളും. വാടക വീട് അന്വേഷിക്കുന്ന ഏതൊരാളിൻ്റെയും ടാർഗറ്റ് തന്നെ ഉദയഭാനുവിൻ്റെയും. കൊക്കിലൊതുങ്ങുന്ന തുകയ്ക്ക് ബ്രോക്കർ വീട് കാട്ടിക്കൊടുക്കുമ്പോൾ ഉദയഭാനുവിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഓടുമേഞ്ഞ മേൽക്കൂരയും തട്ടും പുറവും മുസൈക്ക് തറയും ചെറിയ മുറികളുമുള്ള പഴയ വീടായിരിക്കും. ടൈൽസ് പാകിയ തറയും പെയിൻ്റ് അടിച്ച ചുമരുകളും ഗ്രാനൈറ്റ് അടുക്കളയും അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഉള്ള വാർക്ക വീടുകൾ ഉദയഭാനുവിന് ഒറ്റ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടും. പക്ഷേ വാടകയും സെക്യൂരിറ്റി തുകയും കേൾക്കുമ്പോൾ തന്നെ പിന്മാറുകയേ നിവർത്തിയുള്ളൂ. നയോമിയെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലുടൻ മറ്റേതെങ്കിലും വാടക വീട്ടിലേക്ക് താമസം മാറ്റാനാണ് കൃഷ്ണമ്മയുടെ തീരുമാനം. അനിൽ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ജഗജിത്ത് രാമചന്ദ്രൻ നായരെയും സുജിതയെയും മാളവികയെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അവർ പല ദിവസങ്ങളായി ജഗജിത്തിനോട് ആവശ്യപ്പെട്ട കാര്യമാണ് തങ്ങളെ കൂടി കൊണ്ടുപോയി നയോമിയെ കാണിച്ചു കൊടുക്കണമെന്ന്. അവർ ഹോസ്പിറ്റലിലെ പേവാർഡ് റൂമിൽ എത്തുമ്പോൾ നയോമി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു.
ജഗജിത്ത് രാമചന്ദ്രൻ നായരെ തൊട്ട് കാണിച്ചിട്ട് നയോമിയോട് ചോദിച്ചു, ഇതാരാണെന്ന് മനസ്സിലായോ? നയോമി വൃദ്ധനെ അടിമുടി നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം മുത്തച്ഛനല്ലേ. രാമചന്ദ്രൻ നായർ അന്തം വിട്ടു. തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നയോമിയുടെ മറുപടി എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുന്നു. ഹായ്, ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ, ജഗജിത്ത് സന്തോഷത്തോടെ പറഞ്ഞു. നയോമി പുഞ്ചിരിച്ചു. ശരി, ഇതാരാണെന്ന് പറ. ജഗജിത്ത് സുജിതയെ മുന്നോട്ട് തള്ളി നീക്കി. സാരി എടുത്ത് വന്ന സുജിതയെ നോക്കി മന്ദഹസിച്ചിട്ട് നയോമി പറഞ്ഞു, സുജിത ചേച്ചി, മിണ്ടാൻ വയ്യ. അപ്പോ അസുഖമൊക്കെ മാറിയില്ലേ? രാമചന്ദ്രൻ നായർക്കും അതിശയം. ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞു കേട്ടത്. ആരെയും തിരിച്ചറിഞ്ഞില്ല എന്നാണ്. മാളവിക അല്പം പിന്നോട്ട് മാറി നിൽക്കുകയാണ്. നയോമിയോട് സംസാരിക്കാൻ ചെന്നപ്പോഴൊക്കെ മുഖത്തടിക്കുന്നത് പോലെയായിരുന്നു മുൻപൊക്കെ സംസാരം. നയോമി അവളെ കൈ കാട്ടി വിളിച്ചു. മാളു എന്താ മാറി നിൽക്കുന്നേ? ഇങ്ങടുത്തു വാ. എനിക്ക് മനസ്സിലായില്ലെന്ന് സംശയിച്ചിട്ടാണോ? ഇപ്പോൾ എല്ലാവരെയും എനിക്കറിയാം. മാളവികയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇത്ര സൗമ്യമായി നയോമി അവളോട് സംസാരിച്ചിട്ടേയില്ല. ഡ്യൂട്ടി നേഴ്സ് എല്ലാം കണ്ടും കേട്ടും വിസ്മയഭരിതയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ശാന്തകുമാർ വൈകുന്നേരം റൗണ്ട്സിന് വന്നപ്പോൾ നേഴ്സ് നയോമിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം വെളിപ്പെടുത്തി. ഡോക്ടർക്കും അത്ഭുതമായി. ശാന്തകുമാർ അപ്പോൾ തന്നെ നയോമിയെ സന്ദർശിച്ചു. അവളുടെ കേസ് ഷീറ്റും മറ്റും പരിശോധിച്ച ശേഷം നയോമിയെ സൂക്ഷിച്ചു നോക്കി. ഇപ്പോൾ പഴയതൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടല്ലേ? എല്ലാം ഇല്ല, ചിലതൊക്കെ. വീട്ടുകാരെ കണ്ടപ്പോൾ അറിഞ്ഞില്ലേ? അവരെ മനസ്സിലായി, അത്രയും മതി. അതൊക്കെ വലിയ സംഗതിയാണ്. ഇനി ഓരോന്നോരോന്നായി എല്ലാം ഓർമ്മയിലേക്ക് വരും. ചിലപ്പോൾ തോന്നും ഒന്നും ഓർക്കാതിരിക്കട്ടെ എന്ന്. അതെന്താ അങ്ങനെ? ഡോക്ടർ ആശ്ചര്യം പ്രകടിപ്പിച്ചു. എന്നെ ആരോ തട്ടിക്കൊണ്ടു പോയതല്ലേ ഡോക്ടർ? അതൊന്നും അത്ര നല്ല ഓർമ്മകളായിരിക്കില്ലല്ലോ. അത് ശരിയായിരിക്കും, പക്ഷേ നയോമിയോട് ക്രൂരത കാട്ടിയ ക്രിമിനൽസിനെ പിടികൂടി ശിക്ഷിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. നയോമി അതിന് മറുപടി പറഞ്ഞില്ല. പോലീസ് ഓരോ ദിവസവും നയോമിയെ കാണാൻ വരികയും അവളെ തട്ടിക്കൊണ്ടുപോയവരെ പറ്റി എന്തെങ്കിലും ഓർക്കാൻ കഴിഞ്ഞോ എന്ന് അവളോട് ആരായുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർ നിരാശയോടെ മടങ്ങി. നയോമി നായികയെ അഭിനയിച്ച ചിത്രത്തിൻ്റെ നിർമ്മാതാവും സംവിധായകനും ക്യാമറാമാനും ആശുപത്രിയിലെത്തി നയോമിയെ കാണുകയുണ്ടായി. അവരിൽ ആരെയും നയോമി തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രമല്ല, താൻ ഒരു സിനിമാ നടിയാണോ എന്ന് അത്ഭുതപ്പെടുക കൂടി ചെയ്തു. നയോമിയുടെ ഓർമ്മ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ അഭിമാനിച്ചിരുന്ന ഡോക്ടർ ശാന്തകുമാറിനെ ആ സംഭവം ചിന്താക്കുഴപ്പത്തിലാക്കി. സിനിമയിലെ പ്രവർത്തകരെ മാത്രമല്ല, അനിൽ ബാബുവിൻ്റെയും നയോമിയുടെയും സഹപ്രവർത്തകരായിരുന്ന സുഹൃത്തുക്കളെയും നയോമി തിരിച്ചറിഞ്ഞില്ല. ജയകൃഷ്ണനും നീരജ് കുമാറും സുധീഷ് ശങ്കറും ഗിരീഷും രമേശ് ജയറാമും അടങ്ങുന്ന സുഹൃത്ത് സംഘം നയോമിയെ സന്ദർശിക്കാനെത്തിയിരുന്നു. അവരിൽ ഒരാളെപ്പോലും നയോമി തിരിച്ചറിയാത്തത് ദുരൂഹതയായി. പേര് പറഞ്ഞ് ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ നയോമി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എല്ലാവരെയും ഓർമ്മ വരുന്നുണ്ട്. ഒരു കണക്ഷൻ കിട്ടാനായിരുന്നു ബുദ്ധിമുട്ട്. ഇനി ഒരു പ്രോബ്ലവുമില്ല. നയോമി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് CA സനൽകുമാർ സൈക്കാട്രിസ്റ്റിനോട് അഭിപ്രായം ആരാഞ്ഞു. ഓർമ്മിപ്പിക്കുമ്പോൾ പെട്ടെന്ന് റീകളക്ട് ചെയ്യാനുള്ള കഴിവ് മസ്തിഷ്കത്തിനുണ്ട്. ബൾബിനുള്ളിലെ മുറിഞ്ഞുപോയ ഫിലമെൻ്റ് കൂട്ടിമുട്ടിക്കുമ്പോൾ ബൾബ് കത്തുമല്ലോ, അതുപോലെ ഡോക്ടർ വിശദീകരിച്ചു. എത്ര ഓർമ്മിപ്പിച്ചിട്ടും അവളെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് മാത്രം അവൾക്ക് അറിയില്ലല്ലോ. സനൽകുമാർ ആവലാതിപ്പെട്ടു. അവിടെയാണ് എന്തോ ഗുരുതരമായ കുഴപ്പം സംഭവിച്ചിരിക്കുന്നത്, ഡോക്ടർ ആലോചനകളോടെ പറഞ്ഞു. സനൽകുമാറിൻ്റെ പ്രതീക്ഷ നശിച്ചു കഴിഞ്ഞിരുന്നു. നയോമിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. നയോമിയുടെ തന്നെ കാറിലാണ് കൊണ്ടുപോവുക. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ സൗദാമിനി അമ്മ ജഗജിത്തിനെയും മിന്നുമോളെയും കൂട്ടി എത്തിയിട്ടുണ്ട്. കൃഷ്ണമ്മയും ഉദയഭാനുവും നയോമിയും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. കാറിനരികിൽ സൗദാമിനി അമ്മയും മിന്നുമോളും ജഗജിത്തും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരുന്നു. അവരുടെ വരവ് കൃഷ്ണമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉദയഭാനുവിനോട് അവർ പിറുപിറുത്തു. ഈ സൗദാമിനി എന്തിനു വന്നതാ? നമുക്കറിയില്ലേ നമ്മുടെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇവരാരാ നയോമിയുടെ? അവരെ നമ്മുടെ കാറിൽ കയറ്റണ്ടമ്മേ. ബസ്സിന് പോരട്ടെ, നമുക്ക് നയോമിയെയും കൊണ്ടുപോയേക്കാം. അതാ നല്ലത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു കൃഷ്ണമ്മയും കരുതിയത്. പക്ഷേ എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയിട്ടുണ്ട്.
നയോമിയുടെ കേസന്വേഷണം തിരുവനന്തപുരം പോലീസ് ഇതുവരെയുള്ള അന്വേഷണ രേഖകളും റിപ്പോർട്ടുകളും സഹിതം എറണാകുളത്ത് നിന്ന് വന്ന പോലീസ് സംഘത്തിന് കൈമാറുകയാണ്. ഒപ്പം നയോമിയുടെ സുരക്ഷയും. പോലീസിന്റെ സാന്നിധ്യത്തിൽ സൗദാമിനിയമ്മയെയും ജഗജിത്തിനെയും മിന്നുമോളെയും ഒഴിവാക്കുന്നത് പന്തിയല്ലെന്ന് കൃഷ്ണമ്മയ്ക്ക് തോന്നി. SI രാജു ജോസഫ് കൃഷ്ണമ്മയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എല്ലാം ശരിയായില്ലേ? ഇനി പുറപ്പെടാമല്ലോ? കൃഷ്ണമ്മ ഊവെന്ന് തലയാട്ടി. നയോമിയെ അവർ കാറിന്റെ പിൻസീറ്റിലിരുത്തി. കൃഷ്ണമ്മയും അവിടെ തന്നെ കയറി. സൗദാമിനിയമ്മയും കാറിൽ കയറി. മിന്നുമോൾ ജഗജിത്തിന്റെ കൂടെ മുൻ സീറ്റിലിരുന്നു. ഉദയഭാനുവാണ് കാർ ഓടിച്ചത്. പോലീസ് വാഹനം പുറകെ പോന്നു. നയോമി കാറിലിരുന്ന് ഉറങ്ങി. കാർ വൈറ്റില കഴിഞ്ഞ് ബൈപ്പാസ് റോഡിലൂടെ പാലാരിവട്ടം ജംഗ്ഷനിലെത്തിയപ്പോൾ കൃഷ്ണമ്മ ഉദയഭാനുവിനോട് പറഞ്ഞു, എവിടെയെങ്കിലും ഒരരികെ ചേർത്ത് നിർത്ത്, ഇവർക്ക് ഇറങ്ങണ്ടേ? ഉദയഭാനു കാർ സൈഡാക്കി. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ, ഇവിടുന്ന് കാക്കനാട്ടേക്കല്ലേ നിങ്ങൾക്ക് പോകേണ്ടത്? കൃഷ്ണമ്മ പറഞ്ഞു. സൗദാമിനിയമ്മ കണ്ണുമിഴിച്ചു. നിങ്ങളും അങ്ങോട്ടല്ലേ? അവിടല്ലേ വീട്? നയോമിയെ ഇനി അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. പാലാരിവട്ടത്ത് ഞങ്ങളൊരു വാടക വീടെടുത്തു. എന്തിന്? സൗദാമിനിയമ്മ അമ്പരപ്പിൽ ചോദിച്ചു. നയോമിക്ക് സ്വന്തം വീടുള്ളപ്പോൾ എന്തിനാ വാടക വീട്? ആ വീട്ടിൽ താമസം തുടങ്ങിയ ശേഷം അവൾക്കോ ഞങ്ങൾക്കോ ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അന്തസ്സും മര്യാദയുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി തരികയായിരുന്നു വേണ്ടത്. നിങ്ങളത് ചെയ്യാൻ തയ്യാറല്ല. ശരി, ഞങ്ങൾ മാറി തന്നേക്കാം. ഇതെന്താ കൃഷ്ണമ്മ ചേച്ചി അന്യരോട് സംസാരിക്കുന്നത് പോലെ? നയോമി ഞങ്ങളുടെ ആരാ? ആ വീടുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ലേ? നിങ്ങൾക്ക് ഇനി അവളെ കൊണ്ട് ഉപയോഗം കാണും. അതുകൊണ്ടല്ലേ വിടാതെ ഒട്ടി നിൽക്കുന്നേ? പക്ഷേ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ജീവനും സന്തോഷമോ വലുത്. തർക്കം മൂത്തപ്പോഴേക്കും പുറകിലെ പോലീസ് ജീപ്പിൽ നിന്ന് SI രാജു ജോസഫ് ഇറങ്ങി വന്ന് കാർ നിർത്തിയതിൻ്റെ കാരണം അന്വേഷിച്ചു. ഇവർ പറയുന്നു നയോമിയെ വേറെ ഏതോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. നയോമിക്ക് സ്വന്തം വീടുള്ളപ്പോൾ അവിടല്ലേ കൊണ്ടുപോകേണ്ടത്? സൗദാമിനിയമ്മ പറഞ്ഞു. സാറേ, ആ വീട്ടിൽ താമസിച്ച ഇവൾക്ക് യാതൊരു സമാധാനവും ഇല്ല, സുരക്ഷിതത്വവും ഇല്ല. ഇവരൊക്കെ ഇവളെ പിഴിഞ്ഞാ ജീവിച്ചുകൊണ്ടിരുന്നേ. ഇനിയും അതിനുവേണ്ടി എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണോ? ഇവൾക്കാണെങ്കിൽ ഇതുവരെ നല്ല സുഖമായിട്ടില്ല. ഓർമ്മ വേണ്ട പോലെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവൾക്ക് സമാധാനവും സന്തോഷവും വിശ്രമവും അല്ലേ വേണ്ടത്? അതുകൊണ്ടാ ഞങ്ങൾ വേറെ വാടക വീടെടുത്തതും അങ്ങോട്ട് നയോമിയെ കൊണ്ടുപോകുന്നതും. പോലീസ് ഇരുഭാഗത്തെയും വാദഗതികൾ ശ്രദ്ധയോടെ കേട്ടു. ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് ശരിയാ. നയോമിയുടെ സുരക്ഷ ഞങ്ങളുടെയും കൂടി പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, നയോമി തന്നെ തീരുമാനിക്കട്ടെ ഏത് വീട്ടിലേക്ക് പോകണമെന്ന്. എല്ലാവരുടെയും നോട്ടം നയോമിയിലേക്കായി. ഇങ്ങനെയൊരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമെന്ന് നയോമി സ്വപ്നേബി കരുതിയിരുന്നില്ല. നയോമിയുടെ മറുപടിക്ക് വേണ്ടി കാക്കുകയാണ് സൗദാമിനിയമ്മയും കൃഷ്ണമ്മയും SI രാജു ജോസഫും. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. രാജു ജോസഫ് അക്ഷമനായി. മുത്തശ്ശിയുടെയും അമ്മാവൻ്റെയും കൂടെ പോകുന്നോ അതോ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണോ? രണ്ടാമത് പറഞ്ഞത് മതി. നയോമി തീരുമാനമെടുത്തു. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അല്ലേ? SI ചോദിച്ചു. അതെ. സൗദാമിനിയമ്മയ്ക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ല. കൃഷ്ണമ്മയാണ് നയോമിയെ തങ്ങളുടെ വീട്ടിൽ നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുപോയത്. ഇപ്പോൾ കൃഷ്ണമ്മയെ മറികടന്ന് തന്നെ അവൾ തിരിച്ചു വരട്ടെ. മോളെ, നീ നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ? കൃഷ്ണമ്മ വേവലാതിയോടെ ചോദിച്ചു. ഇതിൽ ആലോചിക്കാൻ എന്താ ഉള്ളത്? നയോമി ചോദിച്ചു. ആ വീട്ടിൽ കിടന്ന് നീ 4 വർഷത്തോളം കഷ്ടപ്പെട്ടതാ. നിന്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ചാ അവറ്റോള് ജീവിച്ചോണ്ടിരുന്നത്. അവിടുന്ന് നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടതായിരുന്നു. ഇനി നീ അങ്ങോട്ട് തന്നെയാണോ പോകുന്നേ? അന്നത്തെ ഞാനല്ലല്ലോ ഈ ഞാൻ. എന്നെ സഹായിക്കാനും എനിക്ക് ധൈര്യം തരാനും ആരെങ്കിലും വേണ്ടേ? ഞങ്ങളില്ലേ മോളെ? ഞങ്ങളല്ലേ നിന്നെ വളർത്തിയത്? ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കട്ടെ. കൊള്ളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പോരാം. നയോമി, നിന്റെ ചോരയും നീരുമൊന്നും ആരും പിഴിഞ്ഞെടുത്തിട്ടില്ല. എൻ്റെ മോന് നല്ല ജോലി ഉണ്ടായിരുന്നു. അവൻ അപകടം പറ്റി കിടപ്പായി പോയപ്പോഴല്ലേ ഞങ്ങൾ നിന്റെ അടുത്ത് സഹായത്തിന് വന്നത്. സൗദാമിനിയമ്മ പറഞ്ഞു. ഒരുപാട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട, SI പറഞ്ഞു. നയോമി പറഞ്ഞല്ലോ അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന്. അങ്ങോട്ട് തന്നെ പോകാം. സാറേ, അവളെ ആര് നോക്കും? അവൾ ആരാണെന്നോ എന്താണെന്നോ ഇനി എന്ത് ചെയ്യുമെന്നോ ഒരു ഓർമ്മയില്ല. അതൊക്കെ നോക്കാൻ അവളുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളില്ലേ കൂടെ? SI ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടിരിക്കുന്ന വാടക വീടോ?
അതവിടെ കിടന്നോട്ടെ, ആരും എടുത്തോണ്ട് പോവില്ലല്ലോ. നിങ്ങൾ അവിടെ താമസിച്ചാലും ഇല്ലെങ്കിലും റെന്റ് കൊടുക്കണം. നയോമിക്ക് ഭർത്താവിൻ്റെ വീട് പറ്റുന്നില്ലെന്ന് തോന്നിയാ അങ്ങോട്ട് മാറാമല്ലോ. കീഴടങ്ങുകയല്ലാതെ കൃഷ്ണമ്മയ്ക്ക് ഗത്യന്തരമില്ലായിരുന്നു. എങ്ങനെയാ മോളെ, നീ തീരുമാനിച്ചിട്ട് തന്നെയാണോ? കൃഷ്ണമ്മ ഒരിക്കൽ കൂടി നയോമിയോട് ചോദിച്ചു. ഇനി ആ വീട്ടിൽ ചെന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അവിടെ ആണെങ്കിൽ എനിക്ക് എല്ലാവരെയും പരിചയമുണ്ട്. നയോമി പറഞ്ഞു. ഞങ്ങളെ ആരെയും നിനക്ക് പരിചയമില്ലേ? ഉണ്ട്, പക്ഷേ തെളിഞ്ഞു വരണം. എസ് ഐ രാജു ജോസഫ് അനിൽ ബാബുവിൻ്റെ വീട്ടിലേക്ക് കാർ വിടാൻ ഉദയഭാനുവിനോട് നിർദ്ദേശിച്ചു. പോലീസ് ജീപ്പ് കാറിന് പിന്നാലെ പോയി. വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ കാറും ജീപ്പും നിന്നു. മാളവിക ഓടിയിറങ്ങി വന്ന് ഗേറ്റ് തുറന്നിട്ടു. ഉദയഭാനു കാർ അകത്തേക്ക് കയറ്റി. പോലീസ് ജീപ്പ് ഗേറ്റിന് വെളിയിൽ നിർത്തി. നയോമിയും സൗദാമിനി അമ്മയും കൃഷ്ണമ്മയും പിൻസീറ്റിൽ നിന്നിറങ്ങി. ജഗജിത്ത് ഉറങ്ങിയ മിന്നുമോളെ തോളത്തിട്ടുകൊണ്ട് മുൻസീറ്റിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന നയോമിയെ കാണാൻ റോഡിലും അയൽ വീടുകളുടെ മതിലുകൾക്കരികിലും ആളുകൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. രാമചന്ദ്രൻ നായരും സുജിതയും മാളവികയും ഉച്ച തിരിഞ്ഞപ്പോൾ മുതൽ സിറ്റൗട്ടിലുണ്ടായിരുന്നു. നയോമി നിന്ന നിൽപ്പിൽ വീടും പരിസരവും നോക്കി. തന്നെ കാണാൻ കൂടി നിൽക്കുന്നവരെ നോക്കി. എവിടായിരുന്നടി ഇതുവരെ? പോയിട്ട് 2-3 ആഴ്ച കഴിഞ്ഞല്ലോ. ആരോ മതിലിനപ്പുറം നിന്ന് വിളിച്ചു ചോദിച്ചു. എസ് ഐ രാജു ജോസഫ് ചോദ്യം കേട്ട ഭാഗത്തേക്ക് നോക്കി. ആർക്കാണടാ അറിയേണ്ടത് നയോമി എവിടായിരുന്നെന്ന്? ഞാൻ പറഞ്ഞു തരാമെടാ. പിന്നെ ശബ്ദമൊന്നുമില്ല. ബാ. സൗദാമിനിയമ്മ നയോമിയുടെ കൈ പിടിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ചെന്ന് കയറി. രാമചന്ദ്രൻ നായരും സുജിതയും അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും അവരുടെ നേർക്ക് മന്ദഹസിച്ചു. സുഖമാണോ? നയോമി ചോദിച്ചത് തന്നോടല്ലെന്ന് ആദ്യം സുജിതയ്ക്ക് തോന്നി. അത്രമേൽ സൗമ്യമായിരുന്നു അവളുടെ ശബ്ദം. റൂമിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ കൃഷ്ണമ്മ നയോമിയോട് പറഞ്ഞു. ഇവിടെയാ നിന്റെ മുറി. ആദ്യം അനിമോന് ഇവളെ ഒന്ന് കാട്ടിക്കൊടുക്കട്ടെ. എത്ര ദിവസമായി അവനൊന്ന് കാണാൻ പറ്റാതെ കിടക്കുന്നു. സൗദാമിനി അമ്മ പറഞ്ഞു. എന്നിട്ട് അനിൽ ബാബു കിടക്കുന്ന മുറിയിലേക്ക് നയോമിയെ കൊണ്ടുപോയി. ഇതിനിടെ ഉറക്കമുണർന്ന മിന്നുമോൾ ജഗജിത്തിൻ്റെ തോളത്ത് നിന്ന് ഓർന്നിറങ്ങി അവരുടെ പിന്നാലെ പോയി. വാതിൽ കടന്ന് നയോമി വരുന്നത് കണ്ടപ്പോൾ അനിൽ ബാബുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അയാൾ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് കിടന്നു. സൗദാമിനി അമ്മ നയോമിയെ കട്ടിലിനരികെ കൊണ്ടുചെന്ന് നിർത്തി. അനിൽ ബാബു അവളുടെ മുഖത്തേക്കുറ്റുനോക്കി. നയോമി അയാളെയും. അനിൽ ബാബുവിന് ആദ്യം അമ്പരപ്പാണ് തോന്നിയത്. നിർവികാരയായ ഒരു സ്ത്രീയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു മന്ദഹാസമുണ്ട് മുഖത്ത് എന്നതൊഴിച്ചാൽ വികാരഭേദങ്ങളൊന്നുമില്ല. തൻ്റെ കൂടെ 4 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചവൾ, അതിനു മുമ്പ് 3 വർഷം തന്നെ പ്രണയിച്ച് നടന്നവൾ. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് രക്ഷപ്പെട്ടു വന്നവളുടെ കണ്ണിൽ ഇത്തിരി പോലും നനവില്ലേ? ഒരിറ്റ് സ്നേഹം പോലുമില്ലേ? വേദനയും കുറ്റബോധവുമില്ലേ? തൻ്റെ അരികെ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരയേണ്ടവളല്ലേ? ഒന്നുമില്ല. ആരോ പറഞ്ഞു കേട്ട് പരിചയമുള്ള ഒരാളെ ആദ്യം കാണുമ്പോഴത്തെ നിസ്സംഗത, പാദം മുതൽ നെറുക വരെ ഇവളുടെ ശരീരഭാഷ അതുമാത്രമാണ്. ക്ഷീണിച്ചിരിക്കുന്നതിനാൽ നയോമിക്ക് നിറം അല്പം കുറഞ്ഞതുപോലെ അനിൽ ബാബുവിന് തോന്നി. നയോമി പോകുമ്പോൾ മുടി ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. കേശ സംരക്ഷണത്തിന് അവൾ നല്ല പൈസ ചെലവാക്കിയിരുന്നു. പട്ടനാരുകൾ പോലത്തെ ലോലമായ മുടിയായിരുന്നു നയോമിയുടേത്. ഇത് പക്ഷേ അങ്ങനെയല്ല. കൊച്ചുകുട്ടി കത്രികയെടുത്ത് വെച്ച് തോന്നും വിധം വെട്ടിയതുപോലെ, ചിലയെടുത്ത് മുറിഞ്ഞും ചിലയെടുത്ത് നീളം കൂടിയും, ചീപ്പിനൊട്ടും വഴങ്ങിക്കൊടുക്കാത്ത കോലൻ മുടി. കണ്ണുകൾ ചെറുതായി, കഴുത്തിന് നീളം കൂടി. 16 ദിവസം നീണ്ട തടവിൽ ഇവൾ എന്തൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടാവുമെന്ന ഓർമ്മ അനിൽ ബാബുവിനെ പെട്ടെന്ന് അസ്വസ്ഥനാക്കി. ആരൊക്കെയോ ചേർന്ന് ചോരയും നീരും വലിച്ചെടുത്ത് ഉപേക്ഷിച്ച വെറും ചണ്ടിയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഈ രൂപത്തിൽ മനസ്സെന്ന സാധനമില്ലെന്ന് തോന്നി. മോനെ, ഇവൾക്ക് ഇതുവരെ ഓർമ്മയൊന്നും വേണ്ട പോലെ തിരിച്ചു കിട്ടിയിട്ടില്ല. മകൻ്റെ മനോഗതി തിരിച്ചറിഞ്ഞ പോലെ സൗദാമിനിയമ്മ പറഞ്ഞു. അനിൽ ബാബു നയോമിയുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി. എന്നെ നീ ഓർമ്മിക്കുന്നുണ്ടോ? അനിൽ ബാബു നയോമിയോട് ചോദിച്ചു. അവൾ തലയാട്ടി. പറ, ആരാ ഞാൻ? അനിലേട്ടൻ. അനിൽ ബാബുവിൻ്റെ തപിച്ചു കിടന്ന ഹൃത്തടത്തിൽ ഒരു മഞ്ഞുതുള്ളി വീണു. ആദ്യകാലത്ത് നയോമി അങ്ങനെയാണ് തന്നെ വിളിച്ചിരുന്നത്. അതെ, അനിലേട്ടൻ തന്നെ. അനിൽ ബാബു പതിയെ കൈകൊണ്ടുവന്ന് അവളുടെ കരം ഗ്രഹിച്ചു. അത് തണുത്തിരുന്നു. അതിന് ജീവനോ വികാരങ്ങളോ ഇല്ലെന്ന് തോന്നി. ഇവിടെ ഇരിക്കെ.
അനിൽ ബാബു മന്ത്രിച്ചു. നയോമി കട്ടിലിനരികെ ഇരുന്നു. മിന്നുമോൾ ഇരുവരെയും മാറി മാറി നോക്കി. രണ്ടുപേരെയും ഇങ്ങനെ അടുത്തടുത്ത് കണ്ട ഓർമ്മ അവൾക്കില്ല. കഴിഞ്ഞതൊന്നും സാരമില്ല. അനിൽ ബാബു അവളോട് പറഞ്ഞു. അതൊന്നും ഓർക്കുകയേ വേണ്ട. നിന്നെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ, അത്രയും മതി. അയാൾ സംസാരിക്കുമ്പോൾ നയോമി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പേടിക്കണ്ട, എല്ലാം ശരിയാകും. ഓർമ്മയൊക്കെ പതിയെ പതിയെ തിരിച്ചു കിട്ടും. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ റൂമിലോട്ട് പോയിക്കോട്ടെ? നയോമി അനുവാദം ചോദിച്ചു. എനിക്ക് എങ്ങനെയുണ്ടെന്ന് നീ ചോദിച്ചില്ലല്ലോ. ഇത്തിരി സുഖായോ എന്ന് പോലും ഞാൻ മറന്നുപോയി. സാരമില്ല, പോയി റെസ്റ്റ് എടുത്തോ. കുറേ ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ? അവൾ അനുകൂലാർത്ഥത്തിൽ തലയാട്ടി. നയോമിയുടെ മുറിയിലേക്ക് സൗദാമിനിയമ്മ അവളെ കൂട്ടിക്കൊണ്ടുപോയി. നീ വെച്ചിട്ട് പോയതെല്ലാം അതേപടി ഇവിടെ തന്നെയുണ്ട്. വാതിൽ പൂട്ടിയിട്ടിരിക്കുക. പോലീസുകാർ വന്ന് പറഞ്ഞു പൂട്ടിയിട്ടേക്കണമെന്ന്. അതിനുശേഷം പോലീസുകാരുള്ളപ്പോഴേ തുറന്നിട്ടുള്ളൂ. നയോമി മുറിയിൽ ആകമാനം കണ്ണോടിച്ചു. നല്ല അടുക്കും ചിട്ടയുമുള്ള മുറി. ഇനി ഞാനൊന്ന് കിടന്നോട്ടെ? നയോമി ചോദിച്ചു. കിടന്നു, ആരും ശല്യപ്പെടുത്താൻ വരില്ല, സൗദാമിനിയമ്മ പറഞ്ഞു. സൗദാമിനിയമ്മ മുറിവിട്ടിറങ്ങിയപ്പോൾ SI രാജു ജോസഫ് അകത്തേക്ക് വന്നു. നയോമി, നിന്നെ കാണാതായ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ചുമതല എനിക്കാ. നിന്നെ തിരിച്ചു കിട്ടിയതോടെ എൻ്റെ ജോലിഭാരം പാതി കുറഞ്ഞു. പക്ഷേ 2-3 കാര്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ട്. നയോമി ജിജ്ഞാസയോടെ നിന്നു. 1, ആരാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത്? 2, ആരൊക്കെ നിന്നെ ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിച്ചു? 3, ഇതുവരെ നീ എവിടെയായിരുന്നു? ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. എൻ്റെ അവസ്ഥ സാറിന് മനസ്സിലായല്ലോ? മനസ്സിലായി. അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കാതെ നല്ല പോലെ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ഓർമ്മ വന്നാലുടൻ ഞങ്ങളെ വിവരം അറിയിക്കുക. ശരി സാർ, ഞാൻ ഇടയ്ക്ക് വരും വിവരങ്ങൾ അറിയാൻ. എനിക്ക് ഓർമ്മ വരുന്നതെല്ലാം ഞാൻ പറയാം സാർ. പിന്നെ ഈ വീട് ഇനി നീ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആശ്രയം നിന്റെ ഹസ്ബൻഡ് എണീക്കാൻ വയ്യാതെ കിടപ്പാണ്. നീ മുമ്പ് ഇവരോടെല്ലാം വലിയ ശത്രുതയിലായിരുന്നു. ഇപ്പോൾ നിന്റെ പെരുമാറ്റത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. നീ മനസ്സ് വെച്ചാലേ ഇനി ഈ കുടുംബം രക്ഷപ്പെടൂ. അതും ഓർമ്മയിൽ വേണം. നയോമി തലയാട്ടി. അടുത്ത ഭാഗം നാളെ.